അവർക്ക് നന്നാവണം എന്ന് ആഗ്രഹമില്ല. അവർ ഈ കോൺഗ്രസ് നശിച്ചു പോകേണ്ട ഈ സാധനത്തിനെ പിടിച്ചോണ്ട് കെട്ടിപ്പിടിച്ചിട്ട് കണ്ടില്ലേ. ഇവിടെ പിണറായി പറയുന്നു സോണിയാഗാന്ധിയുടെ വീട്ടിലേക്കാണ് വിഗ്രഹം പോയെന്ന്. അപ്പൊ തന്നെ അവിടെ സോണിയാഗാന്ധിയുടെ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം ബേബി പറഞ്ഞു. അയ്യോ ഞങ്ങൾക്ക് അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ല ചേട്ടാ, അത് ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ അവരെയൊന്നും ഇതിൽ കുഴപ്പത്തിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ കൊളാബറേറ്റീവ് രാഷ്ട്രീയം കൊണ്ടുനടക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് വർഗ രാഷ്ട്രീയം കൊണ്ടുനടക്കാൻ പറ്റുക? അതുകൊണ്ടാണ് ഇവര് ഗതി പിടിക്കാത്തത്. അതുമാതിരി നോക്കി പിന്നെ കള്ളന്മാരാണ് ഈ CPM കൂടെ. ഈ സഖാവ് സൂരജ് നോക്കി, ഇവൻ വലിയ സഖാവാ. ഇവൻ ഒറ്റയ്ക്ക് ദുബായിൽ പോയിരുന്ന് കാശുണ്ടാക്കുക. ഇവന്റെ പണി എന്താണ്? ഇവൻ ഡൽഹിയിലും ഞാൻ അവിടുന്ന് UP-ലും കട ഒക്കെ പോയി അവിടെ ഉണ്ടാക്കിയിട്ടില്ല, പാർട്ടി കാശ് വളർത്തണവൻ. ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. കട ഉണ്ടാക്കിയിട്ടുണ്ട്, ധാരാളം കട ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലാതെ കാശൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഉണ്ടായിരുന്നു അവിടെ. ഇവണ്ടല്ലോ, ഇവനൊക്കെ എന്താ ചെയ്യണ്ടേ? UP-ലും ഇവിടെ കടം മാത്രമേ രാജസ്ഥാനിലും. ഉള്ളൂ എനിക്ക്, അല്ലാതെ കാശൊന്നുമില്ല. എടാ നീയൊക്കെ UP-ലും രാജസ്ഥാനിലും പോയിട്ട് പാർട്ടി വളർത്താനൊന്നും നോക്കണ്ട. അവിടെ നീ ഇതാവ ചെയ്യണ്ട. ഇപ്പൊ നമുക്ക് ഇവിടെ ലൂയി പാപ്പൻ എങ്ങനെയാ അവിടെ പോയിട്ടൊക്കെ കാശുണ്ടാക്കിയത്? കാശും ഉണ്ടായി, അയാളുടെ മതവും വളർത്തി. അതാണ് നിങ്ങളുടെ മാതൃക. ഈ ഈ പാൽപ്പൊടിക്കാരായിരിക്കണം നിങ്ങളുടെ മാതൃക. നിങ്ങൾ അതിന് പകരം ദുബായിൽ പോയി കിടന്ന് കണ്ടു കണ്ട അറബിക്ക് അത് കാശുണ്ടാക്കി കൊടുത്തിട്ട് എന്ത് ദേവദാസ് കാര്യമുണ്ട്? ഏട്ടനോട് പറഞ്ഞാൽ മതി, അയാൾ ഉണ്ടാക്കിക്കോളൂ. ഞങ്ങളെ മാതൃക അതല്ല. പാൽപ്പൊടിപ്പക്കാർക്ക് കാശ് യൂറോപ്പിൽ നിന്ന് വരുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്, ഗൈഡൻസ് വരുന്നുണ്ട്, ഇന്റലിജൻസ് സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെയാണോ സഖാക്കള്? അങ്ങനെയാണോ? ഞങ്ങളെ മാതൃക അതല്ല, അത് ദേവദാസ് ഏട്ടനോട് പറഞ്ഞാൽ മതി. എടാ സൂരജ് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ എന്തായാലും ചൂതാടിയും അതുപോലെ മറ്റേ അനാവശ്യ വഴിയിൽ ഒരുപാട് പൈസ ഏതാണ്ട് ഇന്നത്തെ ഇത് വെച്ച് കണക്കാക്കിയ ഒരു 10-40 ലക്ഷം രൂപയെങ്കിലും ഞാൻ ഒരു 10-25 കൊല്ലം മുമ്പ് കളഞ്ഞിട്ടുണ്ട്. ശരി, ഞാനൊരു 20 ലക്ഷം രൂപ പാർട്ടി വളർത്താനായിട്ട് തരാം. പക്ഷെ അത് നിങ്ങളുടെ കയ്യിലേക്ക് സംഭാവനയായിട്ട് തരില്ല. ഒരു 10 സെന്റ് സ്ഥലം ഇവിടത്തെ ഫെയർ വാല്യൂ കിട്ടിയാൽ മതി. പക്ഷെ ഏതെങ്കിലും ഈ മറ്റേ RSSO അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്കാർ അല്ലെങ്കിൽ ഈ പാൽപ്പൊടിക്കാർ പോകുന്ന പോലെ തീരെ ഇതില്ലാത്തടത്ത് പോയി നമുക്ക് വളർത്താം. ഞാൻ അതിന് പൈസയും തരാം, എന്റെ ഒരു 4-5 വർഷത്തെ അധ്വാനവും തരാം. എന്താ നിങ്ങൾ തയ്യാറുണ്ടോ? അങ്ങനെ ഇല്ലാത്തടത്ത് ഒരിടത്ത് വന്ന് പാർട്ടി ഇതൊക്കെ വളർത്താൻ നിങ്ങൾ എന്നോട് തയ്യാറുണ്ടോ? എങ്ങനെയാ ചോദിക്കുക? നിങ്ങളുടെ അല്ല സ്ഥലത്തല്ലേ ചോദിക്കണ്ടേ, എന്നോട് എങ്ങനെയാ ചോദിക്കുന്നത്? വേണ്ടതേ നമുക്ക് എവിടെ ആര് വേണേലും തയ്യാറായിക്കാം, ഞാനിത് ചെയ്യാം. ആ നിങ്ങൾ എന്നോട് റെഡിയാണോ? ചോദിച്ചിട്ട് എന്താ കാര്യം? നിങ്ങള് നീ എടാ റെഡി നീ റെഡിയാണോ? നോക്ക്, നിങ്ങൾ ഇവൻ സൂരജ്, റെഡിയല്ലേ? പ്രവീണ്, എന്നോട് നമ്മുടെ പിന്നെ കല്ലേലി, BK ഒക്കെ പ്രൈവറ്റ് ആയിട്ട് സ്വന്തമായി കാശുണ്ടാക്കുക. ഇവരൊക്കെ ശരിക്കും പോണ്ടത് കഷ്ടപ്പെടുന്ന UP-ലെയും MP-ലെയും ഗ്രാമങ്ങളിലേക്കും അവിടെ പോയി അവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിച്ച് എങ്ങനെയാണോ പാർട്ടി ഇവിടെ കേരളത്തിൽ വളർത്തിയ അതേ രീതിയിലെ കലാ സാഹിത്യ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അവിടെ വെറുതെ പാർട്ടി നുണ വളർത്തേണ്ട പറയുന്നത്. ആൾക്കാരുണ്ട്. ഞാനൊക്കെ പകരം പടത്തിലാണ് പകരം ഞാൻ ബൂർഷ്വാ അഭിനയിക്കുന്നത്. നിങ്ങൾക്ക് പൈസ വേണ്ട, പൈസ ഞാൻ തരാന്നേ. സംഭാവന പാർട്ടിക്ക് തരാൻ പറഞ്ഞാൽ അത് നടക്കൂല, കാരണം അതിന് പിന്നെ കണക്കുണ്ടാവൂല. ഈ ഇതിനകത്തേക്ക് വിനിയോഗിക്കുകയില്ല. ഞാൻ ഈ കാര്യം ഈ പാർട്ടിക്കല്ലാതെ സാധനം വ്യക്തിപരമായിട്ട് സംഭാവന നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ അല്ല കർഷക ഈ സമരത്തിന് സാധനത്തിന് സംഭാവന പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ പിന്നെ നിങ്ങൾ റെഡിയാണോ പാർട്ടി വളർത്താനായിട്ട് അങ്ങനെ മറ്റുള്ളവർക്ക് പറ്റില്ല. പോയി എടോ മണ്ട, കർഷക ആ സമരം നടക്കുന്ന സമയത്ത് പോലും ഇവിടുന്ന് പൈസ അങ്ങോട്ടേക്ക് എടുക്കാറില്ലായിരുന്നു. ബിജു കൃഷ്ണൻ സഖാവിനോട് ഞാൻ നേരിട്ട് ചോദിച്ചതായിരുന്നു. ശരി പറഞ്ഞു ശരി ശരി സഖാവേ ശരി എന്നാ ശരി എടുക്കില്ല. എന്നാ ശരി എന്നാ യുവമാരൊന്നും ശരി എന്നാ പണിയെടുക്കാൻ തയ്യാറല്ല. ഒന്നുമില്ല, ബൂർഷ താല്പര്യങ്ങളിൽ ആർക്കും പെട്ടുപോയി പറ്റില്ല. ഇവരൊക്കെ ബൂർഷ മൂല്യങ്ങളിൽ പെട്ടുപോയി നശിച്ചു പോയ വ്യക്തിപരമായിട്ട് പൈസ സഖാക്കള വർഗവഞ്ചകരാണ്. അയച്ചിട്ട് ഒരു കാര്യമില്ല. വ്യക്തിപരമായിട്ട് ഒരു പൈസയും അയക്കാൻ പറ്റില്ല. അതവിടെ ഉണ്ടായിക്കോട്ടെ, ചൂടുണ്ടായോണ്ട് കുഴപ്പം, ഞാൻ കുട്ടി. അതായത് നോക്ക്, ഇവരൊക്കെ ബൂർഷ താല്പര്യങ്ങൾ വെറുതെ ഈ പടമൊക്കെ ഇട്ട് നടക്കും ഇങ്ങനെ. ഉള്ളില് തനി പക്ക ബൂർഷുള്ള പറ്റുള്ളൂ ആണ് കാര്യം. ഇത് പറയുന്നോണ്ടാണ് എന്നെ വിളിക്കുന്നത്. പാർട്ടിയിലേക്ക് സംഭാവനയാണെങ്കിൽ ഇവർക്ക് വലിയ സന്തോഷം കേട്ടോ. അവർ മേടിക്കും, ആ മേടിച്ച് പുട്ടടിക്കാലോ. വേടിക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, വേടിക്കില്ല. പല രസീത് ഉണ്ടാക്കി മേടിക്കും. ഞാൻ ഈ പറഞ്ഞ അത്രയും പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല രസീത് ഉണ്ടാക്കി മേടിക്കും. പോടാ അവിടുന്ന്. പല പല പേരിൽ പല രസീത് ഉണ്ടാക്കി മേടിക്കും. പക്ഷെ അത് ഇതിങ്ങനെ മറ്റേ ഹിന്ദു ഐക്യ മുന്നണി, ഹിന്ദു ഐക്യവേദി, ഹിന്ദു കുതന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്ന് മേടിക്കുന്നുണ്ടാവും. ഈ ഒന്ന് മിണ്ടായി ചിലക്കാതൊന്നും മിണ്ടായി, വെറുതെ ഒരു കാര്യമില്ലാത്ത മണ്ണയില്ലാത്ത ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞപ്പോ അയാൾക്ക് വേദനിച്ചത് നോക്ക്. അതൊന്നും എന്റെ പ്രശ്നമല്ല. ഹിന്ദു എന്ന് പറഞ്ഞ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ, ഹിന്ദുവിനെ ഇന്നത്തെ നിലയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു പാർട്ടികൾക്കും ഒരു 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 ഓർഗനൈസേഷനും ഇന്നത്തെ നിലയിൽ ഹിന്ദുത്വത്തെ ഒന്നും ചെയ്യാൻ ഇന്ത്യയിൽ സാധ്യമല്ല. എന്റെ പോട്ടർ ദേവദാസ, വീണ്ടും വീണ്ടും ഈ അരിത്തമെറ്റിക് നിങ്ങൾക്ക് എതിരാണ്. നിങ്ങളുടെ മിണ്ടാതിരി. ഐശ്വര്യ അത് നിങ്ങളുടെ അത് അത് ഐശ്വര്യ നിങ്ങൾ കോൺഗ്രസ് നിങ്ങൾ പാർട്ടിയാണല്ലോ.
നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കുന്ന അരിത്തമെറ്റിക്സ് അല്ലേ, അതവിടെ ഇരിക്കട്ടെ, അത് കയ്യിൽ വെച്ചേര്. ഈ തന്ത്രിനെ താൻ താങ്ങൂടോ? താങ്ങ്, ഒന്ന് കാണട്ടെ, ഞങ്ങളൊന്ന് കാണട്ടെ, തന്ത്രി പോയാൽ ഞങ്ങളെ ഇവിടെ ശൂദ്രന്മാരൊന്ന് കാണട്ടെ താങ്കള്. തന്ത്രി പോയാൽ ഇവിടെ നോക്ക്, പിന്നെ പാർട്ടി വളരെ സർവ്വതാ യോഗിയായിട്ടുള്ള ഒരു സഖാവാണ് ദീപ്തി സഖാവ്. അവര് കാനഡയിൽ പോയി ഒറ്റയ്ക്ക് കാശുണ്ടാക്കി. അല്ല വർഗവഞ്ചകരാണ് അല്ല അവരൊക്കെ 10 മിനിറ്റ് സംസാരിച്ചാൽ മതി, പിന്നെ ആ പാർട്ടിയിലേക്ക് ആരും വരില്ല. അതായത് ഇവരൊക്കെ വർഗവഞ്ചകരാണ്, കമ്മ്യൂണിസ്റ്റ് മുഖംമൂടിയിട്ട വർഗ സഹകരണത്തിന്റെ ആൾക്കാരെ. ഇവരൊക്കെ ശരിക്കും പറയാ ജനശത്രുക്കളെ പോലെ കണ്ട് എന്താ പറയാ നാട് കടത്തുന്നതാണ്.